ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാർ പറഞ്ഞത് എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടി ഈ സർക്കാർ എപ്പോഴും ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്. ആദ്യ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും അത് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ഈ സർക്കാർ മുന്നിലുണ്ടാകുമെന്ന്. പക്ഷേ ഒരു സ്ത്രീ ഈ വർഷം ഒരു മാസത്തിനിടെയാണ് ഈ 3 പരാതികൾ അവർക്ക് കൊടുക്കേണ്ടി വന്നത്. ആദ്യത്തെ പരാതി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് നൽകുന്നത്. വളരെ ഗൗരവമുള്ളൊരു പരാതിയാണ്. തനിക്കെതിരെ വംശീയമായ അധിക്ഷേപം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു ഭാഗം. എന്നിട്ട് ആ പരാതിയിൽ കൃത്യമായി ഇടപെടാൻ പോലീസിന് സാധിച്ചില്ല. പോലീസ് അത് ചെയ്തില്ല. രണ്ടാമത് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ അപമാനം നേരിടേണ്ടി വന്നു. ഏറെ നേരം അവരെ നിർത്തി അവരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള കുറച്ച് അത്ര ആദ്യത്തെ പരാതിയുടെ അത്ര ഗൗരവമില്ലാത്തൊരു പരാതി അവർ നൽകുന്നു. അതിനും പോലീസിൻ്റെ ഭാഗത്തു നിന്നും റെസ്പോൺസ് ഇല്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ യൂട്യൂബിലൂടെ അവരെ അപമാനിച്ചതിനും പാലാരിവട്ടം സ്റ്റേഷനിലും ഒരു പരാതി നൽകുന്നു. അതിനും കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്തടുത്ത 3 സ്റ്റേഷനുകൾ, ഒന്ന് തൃപ്പൂണിത്തറ, ഹിൽ പാലസ്, ഒന്ന് കടവന്ത്ര, ഒന്ന് പാലാരിവട്ടം, അടുത്തടുത്ത 3 സ്റ്റേഷനുകൾ. എറണാകുളം ജില്ല, മുഖ്യമന്ത്രിയുടെ ജില്ല, UDF-ന് കോൺഗ്രസ്സിന് ഏറ്റവും അധികം സ്വാധീനമുള്ള സംസ്ഥാനത്തെ ജില്ലകളിൽ ഒന്ന്. ഇവിടെയാണ് ഈ പറയുന്ന ഒരു അനീതി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പം അവർക്ക് അപ്രമാദിത്വമുള്ള, കോൺഗ്രസിന് അപ്രമാദിത്വമുള്ള, UDF-ന് അപ്രമാദിത്വമുള്ള ജില്ലയിൽ അവർക്ക് ഇടപെടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്, അതിനുള്ള ശക്തി അവർക്കുണ്ട്. പക്ഷേ അവർ ചെയ്യുന്നത് എന്താണ്? ഇരയോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരനോടൊപ്പം മൗനമായി നിൽക്കുകയാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു പരാതിയുമായി ചെല്ലേണ്ടി വരികയും ആ പരാതിയിൽ നടപടിയെടുക്കാൻ വേണ്ടി ഏറ്റവും ബേസിക്കായ കാര്യമാണല്ലോ അവരെ കേൾക്കുക, ആ പരാതിക്കനുസരിച്ചൊരു FIR ഇടുക, ആ FIR-നനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വളരെ ബേസിക്കായി പോലീസ് നടത്തേണ്ട ഒരു കാര്യമാണല്ലോ. അന്വേഷണം നടത്തിയിട്ട് ടിനി ടോമോ മറ്റേ ലക്ഷ്മിപ്രിയയോ ശ്വേതാ മേനോനോ ആരും കുറ്റക്കാരല്ല എന്ന് വിധിച്ചോട്ടെ. പക്ഷേ അന്വേഷണം നടത്താനുള്ള ചുമതല പോലീസിൻ്റേതാണല്ലോ. അന്വേഷിച്ചിട്ടാണല്ലോ ഇവരുടെ പരാതി ന്യായമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. അത് ഏറ്റവും ബേസിക്കായൊരു സംഗതിയാണല്ലോ. ആ ബേസിക്കായ ഒരു സംഗതി നാട്ടിലെ ഒരു പൗരന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സർക്കാർ എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത്? രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അജിംസ് പറഞ്ഞതുപോലെ തുഫാൻ്റെ പിന്നാലെ നടന്നാൽ മാത്രം മതിയോ? മറ്റു കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ലേ? നമുക്കറിയാലോ, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്? എത്ര ദിവസം അയാൾ ജയിലിൽ കിടന്നു? യൂട്യൂബിലൂടെ ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ളതായിരുന്നു അയാൾക്കെതിരെയുള്ള പരാതി. ആ സ്ത്രീയുടെ പരാതിയെ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ഈ നാട്ടിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയല്ലോ. അതെന്തുകൊണ്ടാണ് പോലീസ് അന്ന് അങ്ങനെ നടപടി സ്വീകരിച്ചത്? ഇന്ന് പോലീസിന് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാൻ കഴിയാത്തത്? സർക്കാർ മാറിയതുകൊണ്ട് മാത്രമാണോ എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ടിനി ടോമിനെതിരായിരുന്നു ആദ്യത്തെ പരാതി. അത് വെറും തമാശയായി ഞാൻ പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതൊരു തമാശയാണ് എന്ന് കണക്കാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കാരണം ആ പറയുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. അതായത് അമ്മയുടെ ഫണ്ട് അല്ലെങ്കിൽ അമ്മ സ്വീകരിക്കുന്ന ഫണ്ട് അത് ക്ലിയർ ആയിരിക്കണം, അത് ഏതെങ്കിലും മതസ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങരുത്, ഒരു ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനത്തിനെതിരെയാണ് അവർ സംസാരിച്ചത്. ആ സമയത്താണ് ഇവരെ വംശീയമായി അധിക്ഷേപിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് തമാശയായിട്ട് എടുക്കാൻ സാധിക്കുക? ഒരിക്കലും തമാശയല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിൻ്റെതായ വേദന അനുഭവപ്പെടുകയും അവർ പരാതിയായി ആദ്യം ചെല്ലുന്നത് സ്വന്തം സംഘടനയിലാണ്. അവിടെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് അവർക്ക് പോലീസിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ചരിത്രം, അങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ പരാതിക്കൊക്കെ ഉണ്ടായിരിക്കെ പോലീസിന് അതിനെ എങ്ങനെയാണ് അവഗണിക്കാൻ സാധിക്കുക? അപ്പോൾ ഈ പറഞ്ഞതിൽ ഏറ്റവും ചുരുക്കം ഇത് തന്നെയാണ്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു സിനിമാ താരവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ, എല്ലാവരും അറിയുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാർ, ആഭ്യന്തരമന്ത്രി നേരിട്ട് തന്നെ ഇടപെടേണ്ട വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് കേരള പോലീസെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ FIR ഇടാൻ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വെറുതെ പറഞ്ഞു പോകാനുള്ളതല്ല, കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തേണ്ടതുണ്ട്. ആ നടത്തലിലൂടെ മാത്രമേ ഇവർക്ക് നീതി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് കോടതിയിൽ വീണ്ടും വീണ്ടും കയറി ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. അത് വല്ലാത്തൊരവസ്ഥയാണ്, കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അവസ്ഥ.